നമസ്കാരം. ഐതിഹ്യമാല കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് ഐതിഹ്യമാലയിലെ 37ാമത്തെ കഥയാണ് പറയാൻ പോകുന്നത്. കഥയുടെ ശീർഷകം പാഴൂർ പെരുംതൃക്കോവിൽ. ആദ്യം ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തിനിടയായ സാഹചര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാം. ഒരിക്കൽ ഒരു യുവാവായ ഒരു നമ്പൂതിരി, വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ജാതകം നോക്കണം നമ്പൂതിരിമാർക്ക്. അദ്ദേഹം തൻ്റെ ജാതകവും കൊണ്ട് പാഴൂർ പടിപ്പുരയിൽ ചെന്നു കണിയാനെ കാണാനായിട്ട്. കണിയാൻ ജാതകം നോക്കിയ ഉടനെ പറഞ്ഞു, തിരുമേനി, അങ്ങ് ഇപ്പോൾ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ജാതകവശാൽ അങ്ങേക്ക് വലിയ ഗ്രഹപ്പിഴയാണ്. ആയുസ് 1 കൊല്ലത്തിലേറെ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്പൂതിരി വളരെ വിഷമിച്ചിരുന്നു. അപ്പോൾ കണിയാൻ പറഞ്ഞു, ഇനി ഗ്രഹപ്പിഴ മാറണമെങ്കിൽ വളരെ വലുതായ ഏതെങ്കിലും ഒരു പുണ്യകർമ്മം ചെയ്യേണ്ടി വരും. അതത്ര എളുപ്പമൊന്നും അല്ലല്ലോ എന്നും പറഞ്ഞു. നമ്പൂതിരി ആകെ വിഷണ്ണനായിട്ട് മനോദുഃഖത്തോടു കൂടി അവിടുന്ന് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും സന്ധ്യയായിരുന്നു. നേരെ പുഴയിലേക്ക് ചെന്നു, കുളിച്ചു, അവിടെ സന്ധ്യാവന്ദനവും കഴിച്ചു. അവിടുന്ന് കയറിയിട്ട് അടുത്ത് കണ്ട ഒരു ഇല്ലത്ത് ചെന്ന് അത്താഴവും കഴിച്ച് അവിടെ കിടന്നു. കിടന്നെങ്കിലും ഉറക്കം വന്നില്ല. എന്നുവെച്ചാൽ ആയുസ് 1 കൊല്ലമേ ഉള്ളൂ എന്ന് പാഴൂർ കണിയാൻ പറയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വിഷമം മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അദ്ദേഹം ഇതിനു വേണ്ടി ഇനി എന്ത് വേണ്ടു, ഈ ഗ്രഹപ്പിഴ മാറാൻ എന്ത് വേണ്ടു എന്നിങ്ങനെ വിചാരിച്ച് ഇങ്ങനെ കിടന്നു. അപ്പോൾ പെട്ടെന്ന് തോന്നി, ഒരു കാര്യം ചെയ്യാം. വൈക്കം പെരുന്തൃക്കോവിലിൻ്റെ അതേ മാതൃകയിൽ ഒരു ക്ഷേത്രം പണിത് അവിടെ ഭഗവാൻ ശിവനെ പ്രതിഷ്ഠിച്ച് അവിടെ വേണ്ടുന്നതായിട്ടുള്ള പൂജകളും മാസവിശേഷം ആട്ടവിശേഷം ഇതിനൊക്കെ വേണ്ട ഏർപ്പാടുകളും ചെയ്തു കൊള്ളാം എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചു. എന്നുവെച്ചാൽ നേർച്ച തന്നെ. എന്നിട്ട് മനസ്സുകൊണ്ട് തന്നെ അതിന് വേണ്ടുന്നതായിട്ടുള്ള പണം വേണമല്ലോ എല്ലാത്തിനും. അതിന് വേണ്ടുന്നതായിട്ടുള്ള പണം കണ്ടെത്താനുള്ള തൻ്റെ സ്വത്തുവകകളിൽ ചിലത് മാറ്റി വയ്ക്കുകയും ചെയ്തു. അപ്പോഴേക്കും കുറച്ചൊന്ന് മയങ്ങാൻ തോന്നി. മയങ്ങി നേരം വെളുത്തപ്പോൾ എണീറ്റു. വീണ്ടും പുഴയിൽ പോയി കുളിച്ചു. സ്വല്പം സമാധാനത്തോടെ നേരെ കണിയാരുടെ അവിടേക്ക് ചെന്നു. ഇദ്ദേഹം വീണ്ടും വരുന്ന കണ്ടപ്പോൾ കണിയാന് ലേശം ഒരു അത്ഭുതം തോന്നി. എന്നാലും സ്വീകരിച്ചിരുത്തി. അപ്പോൾ നമ്പൂതിരി ജാതകം വീണ്ടും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ഒന്ന് ഗണിച്ച് നോക്കണം കണിയാർ എന്ന് പറഞ്ഞു. അപ്പോൾ കണിയാർ വീണ്ടും ഗണിച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. എന്താ, ആയുർഭാവം വളരെ വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ കണിയാർ പറഞ്ഞു, തിരുമേനിക്ക് ദീർഘായുസിനുള്ള യോഗം കാണുന്നു ജാതകത്തിൽ. ഏതോ പുണ്യകർമ്മം അവിടുന്ന് നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. ഇനി അവിടത്തേക്ക് ധൈര്യമായിട്ട് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്പൂരി ഒന്ന് ചിരിച്ചു. എന്നിട്ട് വിചാരിച്ചു, ഞാനൊരു പുണ്യകർമ്മം നിശ്ചയിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ വിവാഹം ഏതായാലും അതൊക്കെ പൂർത്തിയാക്കിയിട്ടേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജാതകം തിരിച്ച് മേടിച്ച് അവിടുന്ന് യാത്രയും പറഞ്ഞിറങ്ങി. നേരെ ചെന്നത് അവിടെ ആ സ്ഥലത്ത് ഒരു തച്ചുശാസ്ത്രത്തിൽ നിപുണനായ ഒരു തച്ചൻ വെച്ചാൽ ആശാരി ഉണ്ടായിരുന്നു. ആശാരി എങ്ങനെയാണെന്ന് വെച്ചാൽ ശാസ്ത്രത്തിൽ നിപുണൻ എന്ന് മാത്രമല്ല, കാണാൻ പരമയോഗ്യൻ, നല്ല വെളുത്ത് കൊഴുത്ത് ഉരുണ്ടിട്ട ഒരാളാണ്, സാത്വികനാണ്. അദ്ദേഹത്തിന് എന്നും ക്ഷേത്രത്തിലുള്ള പണി. ഒരു ക്ഷേത്രം കഴിയുമ്പോൾ അടുത്ത ക്ഷേത്രം, അത് കഴിയുമ്പോൾ അടുത്ത ക്ഷേത്രം, ഇങ്ങനെ ആൾക്കാരിങ്ങനെ അദ്ദേഹത്തെ വിളിച്ച് കൊണ്ടുപോവുകയാണ് ഓരോ ദിക്കിലേക്ക്. അതുകൊണ്ട് എപ്പോഴും ഇവരുടെ ഒരു പ്രമാണമുണ്ട്. ക്ഷേത്രത്തിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രധാന തച്ചൻ എല്ലായ്പ്പോഴും പൂണൂല് ധരിക്കണമെന്നും ക്ഷൗരം ചെയ്യാൻ പാടില്ല എന്നുമാണ്. അപ്പോൾ ഈ തച്ചനാണെങ്കിൽ പണി ഇങ്ങനെ ഒരുപാടുണ്ട്. കൊല്ലത്തിൽ 365 ദിവസവും പണിയായതുകൊണ്ട് സദാ പൂണൂൽ ധരിച്ചുകൊണ്ടും
സദാ താടിയും തലയൊക്കെ വളർത്തിക്കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടാൽ തന്നെ ഒരു സാത്വിക ഭാവമാണ്, ഒരു ആഭിജാത്യം തുളുമ്പുന്ന രൂപമാണ്. അപ്പോൾ ഈ നമ്മുടെ നമ്പൂതിരി അദ്ദേഹത്തെ ചെന്ന് കണ്ടു. എന്നിട്ട് മനസ്സിലുള്ള കാര്യമൊക്കെ പറഞ്ഞു. എനിക്കിങ്ങനെ ഒരു ശിവൻ്റെ അമ്പലം ഇവിടെ പണിയണം, അതിന് തച്ചൻ ഒരു സ്ഥാനം നോക്കി തരണം. മാത്രമല്ല ആ ക്ഷേത്രം വൈക്കം പെരുന്തൃക്കോവിലിൻ്റെ അതേ മാതൃകയിൽ വേണം താനും എന്ന് പറഞ്ഞു. അതിനെന്താ തിരുമേനി ആവാലോ എന്നുകൊണ്ട് തച്ചൻ വേഗം അവിടുന്ന് പുറപ്പെട്ടു. സ്ഥാനം നോക്കി വന്നപ്പോൾ പാഴൂർ പുഴയുടെ തീരത്ത്, അതായത് പാഴൂർ പുഴ കിഴക്കോട്ടാണ് ഒഴുക്ക്, അതിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് സ്ഥലം കണ്ടു. നല്ല ലക്ഷണമൊത്ത ഭൂമി. ആ ഭൂമിയിൽ ക്ഷേത്രം പണിയാനുള്ള കണക്കൊക്കെ തച്ചൻ ശരിയാക്കി വേഗം പണി തുടങ്ങി. അങ്ങനെ പണി ഒരു കൊല്ലത്തിനകം പണി തീർത്തു. പിന്നെ നമ്പൂതിരി വൈദികരെയൊക്കെ വരുത്തിയിട്ട് അവിടെ ശിവപ്രതിഷ്ഠ നടത്തി, കലശം നടത്തി. പിന്നെ ഒരു മഹാക്ഷേത്രത്തിന് വേണ്ടുന്നതായിട്ടുള്ള 5 പൂജ, 3 ശിവേലി, നവകം, പഞ്ചഗവ്യം, ഇതിനൊക്കെ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. അതുകൂടാതെ മാസവിശേഷം, ആട്ടവിശേഷം, ഇതിനൊക്കെ വേണ്ടുന്ന മുതലൊക്കെ ആ ക്ഷേത്രത്തിൻ്റെ പേർക്ക് എഴുതി നൽകുകയും ചെയ്തു. അങ്ങനെ വളരെ സംതൃപ്തിയോടുകൂടി നമ്പൂതിരി അവിടുന്ന് പോവുകയും ചെയ്തു. എന്നിട്ട് വിവാഹിതനായി സന്തോഷമായിട്ട് ജീവിച്ചു. വിവാഹത്തിന് ശേഷവും അദ്ദേഹം കൂടെ ഈ പാഴൂർ വന്ന് പാഴൂരപ്പനെ, അതായത് പാഴൂരമ്പലത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന ശിവനെ തൊഴുത് സായുജ്യം നേടുകയും ചെയ്തു. പാഴൂർ പെരുന്തൃക്കോവിലിനോടനുബന്ധിച്ച ചില ഐതിഹ്യങ്ങൾ പറയാം. ആദ്യത്തെ ഐതിഹ്യത്തിലെ പ്രധാന കഥാപാത്രം ഈ ക്ഷേത്രം പണിത തച്ചൻ തന്നെയാണ്. ഒരു ക്ഷേത്രം പണി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന തച്ചൻ പണി മുഴുവൻ കഴിഞ്ഞ് അതിൻ്റെ കലശം കഴിയുവോളം പൂണൂൽ ധരിക്കണമെന്നും ക്ഷൗരം ചെയ്തുകൂടാ എന്നും ഒരാചാരം ഉണ്ടായിരുന്നു. അതനുസരിച്ച് ഈ തച്ചനും പൂണൂൽ ധരിക്കുകയും ക്ഷൗരം ചെയ്യാതിരിക്കുകയും ചെയ്തു. കാണാൻ യോഗ്യനായിരുന്നു അദ്ദേഹം. നല്ല തലമുടിയും ക്ഷൗരം ചെയ്യുന്നില്ലല്ലോ, താടിയൊക്കെ ആയിട്ട് പൂണൂലും ധരിച്ച് വെളുത്ത് തടിച്ച് സ്വല്പം കുമ്പയൊക്കെ ആയിട്ട് കണ്ടാൽ അഭിജാതനായ ഒരു നമ്പൂതിരിയുടെ മട്ടും മാതിരിയൊക്കെയാണ്. ഇദ്ദേഹത്തിനാണെങ്കിൽ എപ്പോഴും പണിയാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ പണി കഴിയുമ്പോഴേക്കും അടുത്ത ക്ഷേത്രം, അപ്പോഴേക്കും മറ്റൊരു ക്ഷേത്രം. ആളുകൾ ഇങ്ങനെ ഇദ്ദേഹത്തെ ഇങ്ങനെ വിളിച്ച് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. അത്രയും സാമർഥ്യമുണ്ട് ഈ ശാസ്ത്രത്തിൽ, അത്രയും അപഗാഹമായ ജ്ഞാനവുമുണ്ട്. അതാണ് കാരണം. അപ്പോൾ ഒരിക്കൽ കായംകുളത്ത് രാജാവ് അവിടെ ഒരു ക്ഷേത്രം പണിയേണ്ട ആവശ്യത്തിലേക്കായിട്ട് ആളെ വിട്ടു പാഴൂർക്ക്. എന്നിട്ട് ഈ തച്ചനെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോയി. അപ്പോൾ തോണിയിലാണ് യാത്ര, വേമ്പനാട്ട് കായലിൽ കൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. പാഴൂരിൽ നിന്ന് തെക്കോട്ട് പോകണം കായംകുളത്തേക്ക്. പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എതിർവശത്ത് നിന്ന് ഒരു ബോട്ട് വരുന്നു. ബോട്ടും തോണിയും കൂടെ ഏകദേശം അടുത്തെത്തിയപ്പോൾ ആ ബോട്ടിൽ ആരായിരുന്നു? അത് പൂരാടം പിറന്ന അതിശക്തനായ ചെമ്പകശ്ശേരി രാജാവാണ്. അപ്പോൾ ബോട്ടും തോണിയും കൂടെ ഇങ്ങനെ ഏകദേശം അടുത്തപ്പോൾ രാജാവ് ഈ തോണിയിൽ ഇരിക്കണ തച്ചനെ കണ്ടു. ഈ കാഴ്ചയ്ക്കുള്ള ആ രൂപമൊക്കെ കണ്ടപ്പോൾ രാജാവ് വിചാരിച്ചു അതേതോ ആഭിജാത്യം തികഞ്ഞ ഇല്ലത്തെ നമ്പൂതിരിയാണെന്ന് വിചാരിച്ചിട്ട് രാജാവ് ബോട്ടിൽ അങ്ങോട്ട് എണീറ്റ് നിന്നു ബഹുമാനിക്കാനായിട്ട്. തച്ചൻ രാജാവിനെ കണ്ടപ്പോൾ തച്ചനും എണീറ്റ് നിന്നു. തച്ചനറിയാം അത് രാജാവാണെന്ന്. തച്ചൻ വേഗം എണീറ്റ് നിന്നു, തൊഴുതു. പിന്നെയും കുറച്ചും കൂടെ അടുത്തപ്പോൾ രാജാവ് വിളിച്ചു ചോദിച്ചു ബോട്ടിൽ നിന്ന്, ആരാണ് എന്ന് ചോദിച്ചു. അതെങ്ങനെയാണ് ചോദിച്ചതെന്ന് വെച്ചാൽ രാജാവിന് വിക്കലുണ്ട്. അതുകൊണ്ട് ആരാണ് എന്നാണ് ചോദിച്ചത്. തച്ചനും വിക്കുണ്ടായിരുന്നു. മാത്രമല്ല പരിഭ്രമിച്ച് പോവുകയും ചെയ്തു തച്ചൻ. അപ്പോൾ തച്ചൻ പറഞ്ഞു, അടിയൻ തച്ചനാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജാവിന് ദേഷ്യമാണ് അങ്ങോട്ട് വന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു വെറും തച്ചനെ കണ്ടിട്ട് നമ്പൂതിരിയാന്ന് തെറ്റിദ്ധരിച്ച് എണീറ്റ് നിന്ന് ബഹുമാനിച്ചു, അതിലുള്ള ഒരു ഈർഷ്യ. രണ്ടാമത്തെ കാര്യം, രാജാവ് വിക്കി സംസാരിച്ചപ്പോൾ ഈ തച്ചനും വിക്കിയത് തന്നെ കളിയാക്കാനാണ് എന്നൊരു തെറ്റിദ്ധാരണയും കൂടെ രാജാവിന് വന്നു. എന്തിനധികം
കോപം കൊണ്ട് അന്ധനായി തീർന്ന അദ്ദേഹം വാളങ്ങോട്ട് ഊരി ആ വഞ്ചിയിലേക്ക് അങ്ങോട്ട് ചാടിക്കയറി ഒരൊറ്റ വെട്ടിന് തച്ചൻ്റെ തല അറുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു. എന്നിട്ട് ബോട്ടിലേക്ക് കയറി യാത്ര തുടർന്നു. ആ സമയത്ത് പാഴൂർ പെരുന്തൃക്കോവിലിൽ ഉച്ചശിവേലി നടക്കുകയാണ്. ആദ്യത്തെ പ്രദക്ഷിണം ജസ്റ്റ് ഇങ്ങനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കിഴക്കേ നടയിൽ എത്തിയപ്പോഴേക്കും അകത്ത് നിന്ന്, ശ്രീകോവിലിൻ്റെ അകത്ത് നിന്ന് ഒരു ശബ്ദം, ഒരു അശരീരി കേട്ടു. അകത്തേക്ക് എഴുന്നള്ളിച്ച് നട അടച്ചോളൂ, എൻ്റെ തച്ചൻ മരിച്ചിരിക്കുന്നു, എനിക്ക് വ്യസനം സഹിക്കാൻ വയ്യ എന്ന്. അപ്പോൾ ഇവർക്കൊക്കെ മനസ്സിലായി ഇത് ഭഗവാന്റെ അരുളപ്പാടാണ് എന്ന് പറഞ്ഞിട്ട് അവർ വേഗം ശിവേലി നിർത്തി അകത്തേക്ക് എഴുന്നള്ളിച്ച് നട അടയ്ക്കുകയും ചെയ്തു. ഇപ്പോഴും ഈ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് പാഴൂർ പെരുന്തൃക്കോവിലിൽ ഉച്ചശിവേലിക്ക് ഒരൊറ്റ പ്രദക്ഷിണേ പതിവുള്ളൂ. സാധാരണ ശിവേലികൾക്ക് 3 പ്രദക്ഷിണമാണല്ലോ പതിവ്. ഇവിടുത്തെ മറ്റ് 2 ശിവേലികൾക്ക് 3 പ്രദക്ഷിണം ഉണ്ടെങ്കിലും ഉച്ചശിവേലിക്ക് ഒരൊറ്റ പ്രദക്ഷിണേ പതിവുള്ളൂ. ഇതൊരു ദാരുണമായ കഥയായിപ്പോയി അല്ലേ? ഇനി അടുത്ത ഐതിഹ്യം പറയാം. ഇനി പാഴൂർ പെരുന്തൃക്കോവിലിനോടനുബന്ധിച്ച മറ്റൊരു ഐതിഹ്യം. പാഴൂർ പെരുന്തൃക്കോവിലിൽ മൂത്തതുമാർക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാ അമ്പലത്തിലും അങ്ങനെയാണ്. നിവേദ്യത്തിനുള്ള അരി അളന്ന് കൊടുക്കുക, ശിവേലി നടക്കുമ്പോൾ വിളക്ക് പിടിക്കുക, അങ്ങനെ ചില അവകാശങ്ങളൊക്കെ ഈ മൂത്തതുമാർക്കുണ്ട്. അതുപോലെ തന്നെ ഈ അമ്പലത്തിലും ഒരു മൂത്തതുണ്ടായിരുന്നു. അദ്ദേഹം വലിയ ചതുരംഗ കളിക്കാരനായിരുന്നു. ചതുരംഗം കളിച്ച് ആളുകളെ തോൽപ്പിക്കുക, അതാണ് മൂപ്പരുടെ പ്രധാന ഹോബി. അപ്പോൾ ഒരു അഹങ്കാരവും ഉണ്ടായിരുന്നു. ആർക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല, എല്ലാവരും എൻ്റെ മുമ്പിൽ മുട്ടുമടക്കും എന്നൊരു അഹങ്കാരം ഉണ്ടായിരുന്നു താനും. ഈ അമ്പലത്തിൽ നിന്ന് ഒരുപാട് അവകാശങ്ങളും അനുഭവങ്ങളൊക്കെ ഉള്ളത് കാരണം പിന്നെ വേറെ പണിയൊന്നും എടുത്തില്ലെങ്കിലും ആ വരുമാനം മതി. പിന്നെ ബാക്കി സമയം ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറൂരില്ലത്തെ ഒരു നമ്പൂതിരി ഒരിക്കൽ അതുവഴി വന്നത്. അപ്പോൾ കുറൂരില്ലത്തെ നമ്പൂതിരിക്ക് ചതുരംഗത്തിൽ താല്പര്യം ഉണ്ടെന്നുള്ള വിഷയം മൂത്തതറിഞ്ഞു. ഉടനെ പോയി വെല്ലുവിളിച്ചു, ചതുരംഗം കളിക്കാമെന്നും പറഞ്ഞു. ശരി എന്നും പറഞ്ഞ് 2 പേരും കൂടെ ചതുരംഗം കളിക്കാനിരുന്നു. എന്ത് പറയണു, മൂത്തത് നമ്പൂതിരിയുടെ മുമ്പിൽ തോറ്റു. അത് മൂപ്പർക്ക് വലിയൊരു ക്ഷീണമായിപ്പോയി. ആദ്യമായിട്ടാണ് തോൽക്കണത്. അപ്പോൾ ഉടനെ പറഞ്ഞു, ഒരു വെല്ലുവിളി നടത്തി, ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്ന് കളിച്ചു നോക്കാം. ആ കളിയിൽ അങ്ങ് എന്നെ തോൽപ്പിക്കുകയാണെങ്കിൽ എനിക്ക് ഈ അമ്പലത്തിലുള്ള, ഈ പാഴൂർ പെരുന്തൃക്കോവിലുള്ള എല്ലാ അവകാശങ്ങളും ഞാൻ വിട്ടു തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്പൂരി ബുദ്ധിമാനാണ്. അദ്ദേഹം പറഞ്ഞേ, അങ്ങനെ വെറുതെ പറഞ്ഞാലൊന്നും പോരാ, നടക്കിയെന്ന് സത്യം ചെയ്ത് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ആത്മവിശ്വാസം കൂടുതലുണ്ടല്ലോ, അഹങ്കാരം. മൂത്തത് വേഗം നടക്കിയെന്ന് സത്യം ചെയ്ത് കൊടുത്തു, എല്ലാം വിട്ടു തന്നേക്കാം, എന്താ ജയിക്കും എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ്. എന്നിട്ട് കളിക്കാനിരുന്നിട്ട് എന്താ, നമ്പൂതിരി നിഷ്പ്രയാസം മൂത്തതിനെ തോൽപ്പിച്ചു. പക്ഷെ മൂത്തത് വാക്കുപാലിച്ചു. ഈ അമ്പലത്തിലുള്ള സകല അവകാശവും അവിടുന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളും അനുഭവങ്ങളും ഒക്കെ കുറൂരില്ലത്ത ആ നമ്പൂതിരിക്ക് വിട്ടുകൊടുത്തിട്ട് മൂത്തത് കുടുംബസമേതം ആ ദേശം തന്നെ വിട്ടുപോയി. ഇപ്പോഴും പാഴൂർ പെരുന്തൃക്കോവിലിൽ മൂത്തത് ചെയ്യേണ്ടുന്നതായിട്ടുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് ഈ കുറൂരില്ലത്തെ ചില നമ്പൂതിരിമാരാണ്. ഇനി പാഴൂർ പെരുന്തൃക്കോവിലിനെ കുറിച്ചുള്ള മറ്റൊരു ഐതിഹ്യം കൂടെ പറയാം. ആ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, അവിടെ ഒരു വരിക്കപ്ലാവുണ്ട് അതിൻ്റെ തിരുമുറ്റത്ത്. ഞാനവിടെ പോയിട്ടുണ്ട്, വളരെ കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഈ പ്ലാവ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അന്ന് അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ തോന്നിയില്ല. പക്ഷെ പിന്നീട് ഈ ഐതിഹ്യമാലയിൽ കൂടെ ആ കഥ വായിച്ചപ്പോഴാണ് ഈശ്വര ഒന്നും കൂടെ ശ്രദ്ധിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയത്. ഈ വരിക്കപ്ലാവിനെ കീഴ്ലോകത്ത് വരിക്ക എന്നാണ് അവിടെയുള്ളവർ വിശേഷിപ്പിക്കുന്നത്. ഇതിൻ്റെ ആഗമനത്തെക്കുറിച്ചുള്ള കഥയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഒരിക്കൽ ഒരു ക്ഷേത്ര ജീവനക്കാരൻ, ആ അമ്പലത്തിലെ ഒരു ജീവനക്കാരൻ, കലശക്കുടങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ നിത്യം ഉപയോഗിക്കുന്ന കുടങ്ങളാണ്, കഴുകാൻ വേണ്ടിയിട്ട് പാഴൂർ പുഴയിലേക്ക് ഇറങ്ങി. അപ്പോൾ ഈ കൂട്ടത്തിൽ ഒരു കുടം സ്വർണ്ണക്കുടമാണ്.
അതിന് ഈ നവകത്തിന് ഉപയോഗിക്കുന്ന ബ്രഹ്മക്കുടം എന്നാണ് അതിന് പറയുക. അങ്ങനെ ഈ എല്ലാ കുടവും കൂടെ ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയപ്പോൾ ഈ സ്വർണ്ണക്കുടം അയാളുടെ കയ്യിൽ നിന്ന് വഴുതി അങ്ങോട്ട് പുഴയിലേക്ക് വീണു. അയ്യോ പൊൻകുടം പോയല്ലോ എന്ന് നിലവിളിച്ചുകൊണ്ട് അയാളും പുറകെ ആറ്റിലേക്ക് ചാടി. കുടം ഇങ്ങനെ താണ് പോവുകയാണ്. അയാൾക്കത് കാണാം കുടം പോണത്. അപ്പോൾ സ്വർണത്തിൻ്റെ കുടമല്ലേ, അയാൾ പിന്നെ ഉത്തരവും പറയണമല്ലോ. അതുകൊണ്ട് അയാൾ അതിൻ്റെ പുറകെ ഇങ്ങനെ പോയി. അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോൾ മഹാത്ഭുതം, വെള്ളം ഇല്ല, വെള്ളം തീർന്നു. പിന്നെ ഒരു കരയാണ്, ഒരു കരപ്രദേശത്താണ് അയാൾ എത്തിച്ചേർന്നത്. അവിടെ നോക്കിയപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് വട്ടം ചുറ്റി ഇരുന്നിട്ട് ചക്കയില്ലേ, ചക്ക അതിങ്ങനെ തുണ്ടാക്കി മുറിച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാളെ കണ്ടപ്പോൾ അവർ ഒരു തുണ്ടം ചക്ക ഇയാൾക്ക് കൊടുത്തു. എന്നിട്ട് ഇയാളോട് പറഞ്ഞു, ചക്കയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ കുരുവൊക്കെ തിരിച്ച് ഏൽപ്പിച്ചിട്ട് വേണം കേട്ടോ പോവാൻ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അയാൾ മാറിയിരുന്ന് ചക്ക അങ്ങോട്ട് കഴിച്ചപ്പോൾ തേനിനേക്കാളും മധുരം അതിൻ്റെ ചുളയ്ക്ക്. ഇങ്ങനെ ഒരു വിശേഷപ്പെട്ട ചക്ക അയാൾ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. മാധുര്യം എന്ന് പറഞ്ഞാൽ പറയാൻ വയ്യ, അത്രയും ഇത്. അപ്പോൾ അയാൾ വിചാരിച്ചു, വെറുതെ അല്ല ഇവർ ചക്കക്കുരു തിരിച്ച് ചോദിച്ചത്, പക്ഷെ ഇതിൻ്റെ ഒരു കുരു ഞാൻ എങ്ങനെയായാലും കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് അവർ കാണാതെ ഒരു കുരു എടുത്ത് അയാൾ മുണ്ടിൻ്റെ ഇതിലിങ്ങനെ കെട്ടി വെച്ചു. എന്നിട്ട് ബാക്കി കുരുവൊക്കെ ഇവരെ ഏൽപ്പിച്ചു. എന്നിട്ട് അവരോട് യാത്രയും പറഞ്ഞ് അപ്പോഴേക്കും സ്വർണ്ണക്കുടം കിട്ടി. ആ സ്വർണ്ണക്കുടം എടുത്തിട്ട് ഈ ചക്കക്കുരു മടിയിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് അയാൾ പുഴയിലേക്ക് ഇറങ്ങി നീന്തി പാഴൂർ ക്ഷേത്രത്തിൻ്റെ കടവത്ത് ചെന്ന് കയറി. നേരെ ക്ഷേത്രത്തിലേക്ക് കുടങ്ങളൊക്കെ കൊണ്ടുചെന്ന് വെച്ചിട്ട് ആദ്യം ചെയ്തത് ഈ കുരു എടുത്ത് അവിടെ തിരുമുറ്റത്ത് കുഴിച്ചിടുകയാണ് ചെയ്തത്. ആ കുരുന്ന് മുളച്ച് വന്ന പ്ലാവാണത്രേ ഇപ്പോൾ കീഴ്ലോകത്ത് വരിക്ക എന്ന് അറിയപ്പെടുന്നത്. ആ ചക്കയുടെ മാധുര്യം അവിടുത്തുകാർ, പഴമക്കാർ പുറകാലം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഉള്ളവർ പറയുന്നുണ്ടോ, ഇപ്പോൾ ചക്ക അവിടെ ഉണ്ടാവുന്നുണ്ടോ, ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒന്ന് പാഴൂർ പെരുന്തൃക്കോവിലൊന്ന് പോയി നോക്കാവുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് പാഴൂർ പെരുന്തൃക്കോവിലിൻ്റെ വിശേഷങ്ങൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഐതിഹ്യമാല കഥകൾ തിങ്കൾ മുതൽ വെള്ളി വരെ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ. ഐതിഹ്യമാല കഥകൾ കൂടാതെ മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ കഥകൾ ഉൾപ്പെടുത്തിയ വായനാലോകം, ഭാഗവതത്തിലെ സമ്പൂർണ്ണ കഥകൾ, മോട്ടിവേഷണൽ കഥകളുമായി ശുഭദിനവും ശുഭരാത്രിയും, പ്രതിദിന വാർത്തകൾ എന്നിവ സ്ഥിരമായി ലഭിക്കാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഡെയിലി ന്യൂസ്, വിരൽ തുമ്പിൽ വിരിയുന്ന വിസ്മയം.